നിരവധി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നടൻ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ആലുവ പോലീസ് ക്ലബ്ബിലാണ് ദിലീപ് ഹാജരായിട്ടുള്ളത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ അല്പസമയത്തിനകം ചേരും. ദിലീപ് ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നടൻ ദിലീപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. പോലീസ് ക്ലബ്ബിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം എത്തും എന്ന കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനോജ്, വിശദാംശങ്ങൾ എന്താണ്? എവിടെയാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം? എപ്പോഴാണ് എത്തിയത്? മുമ്പാണ് ദിലീപ് ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യലിനായി എത്തിയത്. രാവിലെ 9:30 എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ 11 മണിയോടുകൂടിയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുള്ളത്. ആലുവയിലെ വീട്ടിൽ നിന്നും അദ്ദേഹം ചോദ്യം ചെയ്യലിനായി എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അദ്ദേഹം മറ്റ് ഏതോ സ്ഥലത്തായിരുന്നു ഇന്നലെ താമസിച്ചിരുന്നത്. അവിടെ നിന്നുമാണ് പോലീസ് ക്ലബിലേക്ക് എത്തിയത്. രാവിലെ മുതൽ മാധ്യമപ്രവർത്തകർ ദിലീപിന്റെ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നുവെങ്കിലും അവിടെ നിന്ന് ആയിരുന്നില്ല അദ്ദേഹം പോലീസ് ക്ലബിലേക്ക് ചോദ്യം ചെയ്യലിനായി എത്തിയത്. മറ്റൊരു സുഹൃത്തിന്റെ കാറിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ഏപ്രിൽ 14 തീയതിക്ക് മുൻപായി തുടരന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയെ അറിയിക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ള ചോദ്യം ചെയ്യൽ. പ്രത്യേകിച്ച് ആദ്യം കേസന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിചാരണ നടക്കുമ്പോഴായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരന്വേഷണത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. കോടതി ഈ വാദം അംഗീകരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ദിലീപിന്റെ ഫോണിലെ നിർണായകമായ ചില വിവരങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി സായി ശങ്കറിനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക രേഖകൾ, വാട്സാപ്പിലെ ചാറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഫോണിൽ നിന്ന് ദിലീപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് ക്ലബ്ബിലാണ്, ആലുവ പോലീസ് ക്ലബ്ബിലാണ് അദ്ദേഹം ഹാജരായത്. നേരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നായിരിക്കും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാവുക. 9:30 ആലുവ പോലീസ് ക്ലബ്ബിലെത്തും എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം വീട്ടിലല്ല ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്നല്ല അദ്ദേഹം എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം പോലീസ് ക്ലബ്ബിലേക്ക് പോവുകയാണ്. ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ. സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടത്. ആ ദൃശ്യങ്ങൾ, നടിയെ പീഡിപ്പിച്ചപ്പോൾ ഉണ്ടായ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു എന്നും കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചു എന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ ആരോപണം. അതിന് അദ്ദേഹം നിരവധി തെളിവുകളും ഹാജരാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് പുനരന്വേഷണത്തിലേക്ക് എത്തിയത്. കോടതിയുടെ കൂടെ നിർദ്ദേശത്തോടു കൂടി 8ാം പ്രതിയാണ് ദിലീപ് കേസിലേത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടെയുണ്ട്. ഈ ദിലീപിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിനകത്തെ ചില മെസ്സേജുകളും മറ്റും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതുകൂടെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് അതുകൂടെ ചേർത്ത് വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. എന്തായാലും ദിലീപ് ആലുവ പോലീസ് ക്ലബ്ബിൽ ഹാജരായിട്ടുണ്ട്. സനോജ്, മറ്റ് വിശദാംശങ്ങൾ? സനീഷ്, രാവിലെ 9:30 അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം അന്വേഷണ സംഘം നൽകിയിരുന്നുവെങ്കിലും തനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഹാജരാവാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചത്. രാവിലെ 9:30 അദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ളതായിരുന്നു അറിയിപ്പ്. എന്നാൽ 11 മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ അല്പം മുമ്പ്, അതായത് ഒരു 5 മിനിറ്റ് മുൻപാണ് ദിലീപ് അതീവ രഹസ്യമായി തന്നെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ നിന്നുമായിരുന്നില്ല അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഇവിടേക്ക് എത്തിയത്. മറ്റൊരു സുഹൃത്തിന്റെ കാറിൽ, അതായത് താൻ ഇവിടെ ചോദ്യം ചെയ്യലിന് എത്തുന്നു എന്നുള്ള വിവരം മാധ്യമപ്രവർത്തകരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് എത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ദിലീപ് നടത്തിയത്. എന്നാൽ അദ്ദേഹം പോലീസ് ക്ലബ്ബിലേക്ക് എത്തുമ്പോൾ പോലീസ് ക്ലബ്ബിലെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അല്പനേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹം എത്തിയ വിവരം അറിയുകയായിരുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം ചോദ്യം ചെയ്യലിനായി എത്തി ഇപ്പോൾ പോലീസ് ക്ലബ്ബിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പ്രത്യേക ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ദിലീപിന്റെ ഫോണിലെ ചില നിർണായകമായ രേഖകൾ സൈബർ വിദഗ്ധനായിട്ടുള്ള സായി ശങ്കറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫോണിൽ നിന്നും നീക്കം ചെയ്തു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സായി ശങ്കറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ചില നിർണായകമായ രേഖകൾ നീക്കം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായി സായി ശങ്കർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്ക് ദിലീപ് അയച്ചുള്ള ചില വാട്സാപ്പ് ചാറ്റുകളും ഫോണിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ വേളയിൽ കോടതിയിൽ നിന്നും ചില ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തോട് ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഈ കേസ് പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഭീതിയിലായിരുന്നു, ബുദ്ധിമുട്ടിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ബാലേന്ദ്രകുമാറിന്റെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ഇതിനെ തുടർന്ന് കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതി സമീപിക്കുകയായിരുന്നു. ഇത് കോടതി അനുവദിച്ചു. ആ അനുവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുടരന്വേഷണം നടക്കുന്നത്. ഏപ്രിൽ മാസം 14 തീയതിക്ക് മുൻപായി തുടരന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. സനീഷ്, ഉടൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ചിന്. അതുകൊണ്ടാണ് ദിലീപിനെ തന്നെയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ ദിവസം വിളിച്ചത്. അദ്ദേഹം ഇന്നിപ്പോൾ 9:30 എത്തുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. പക്ഷേ 11:30 ഈ സമയത്ത് അല്പം മുമ്പ് 5 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം ആലുവയിലെ പോലീസ് ആസ്ഥാനത്തേക്ക്, പോലീസ് ക്ലബ്ബിലേക്ക് എത്തിയത്. ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിശക്തമായുള്ള തെളിവുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവർ പറയുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഈ ടെലഫോൺ രേഖകൾ നശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ സംഭവങ്ങളിലുള്ള പങ്കാളിത്തത്തിന് തെളിവാണ് എന്ന ധാരണയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് പ്രധാനമായിട്ടുമുള്ളത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ, അതിൻ്റെ കോടതി നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ഉണ്ടായ താൻ സാക്ഷിയായ ചില സംഗതികൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ തെളിവുകളും മറ്റുമായി പുറത്തേക്കെത്തിയത്. അത് കോടതിയിലും പരാമർശിക്കപ്പെടുകയായിരുന്നു. കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകി. അങ്ങനെ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഇദ്ദേഹത്തിൻ്റേതായിട്ട് പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണങ്ങളിൽ ഒരിടത്ത് ഈ ബാലേന്ദ്രകുമാർ പറയുന്നത് ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ്. അതിനുള്ള തെളിവുകൾ എന്ന നിലക്ക് ചില ടെലിഫോൺ സംഭാഷണങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു അദ്ദേഹം. അതുകൂടെ അടിസ്ഥാനമാക്കിയാണ് വീണ്ടും ദിലീപിനെതിരെ കേസ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വന്നത്. ഇതിപ്പോൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ, നടിയെ ആക്രമിച്ചതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കോടതിയിൽ പോലീസ് ക്ലബ്ബിൽ ഹാജരായിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് വിധേയമാകും. കുറേ നേരമെടുക്കും ചോദ്യം ചെയ്യലെന്നാണ് ഇപ്പോൾ നമുക്ക് കണക്കാക്കാനാവുക. നിരവധിയായുള്ള ചോദ്യങ്ങൾ പോലീസിന്, ക്രൈംബ്രാഞ്ചിന്, അന്വേഷണ സംഘത്തിന് ദിലീപിനോടുണ്ട്.